This is the first question from CSIR, June 2018. Which of the following statement concerning the coefficient of volume expansion and isothermal compressibility is true? Both are intensive variable, extensive variable, one is extensive. ആ രീതിയിലുള്ള കുറെ ഓപ്ഷൻസ് ആണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇന്റൻസീവ് വേരിയബിൾ എന്നും എക്സ്റ്റൻസീവ് വേരിയബിൾ എന്നും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കൊന്ന് വേഗം അതിനെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. തെർമോഡൈനാമിക് വേരിയബിൾസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഇന്റൻസീവ് വേരിയബിൾ എന്നും എക്സ്റ്റൻസീവ് വേരിയബിൾ എന്നും. ഓക്കെ, ഇന്റൻസീവ് വേരിയബിൾ എന്ന് പറഞ്ഞു, എക്സ്റ്റൻസീവ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിസ്റ്റത്തിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ സിസ്റ്റം, ഡിപ്പെൻഡ്സ് ഓൺ സിസ്റ്റം സൈസ്. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം, ഇന്ന ഫാക്ടേഴ്സിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ ഇന്റൻസീവ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ സൈസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, സോ എക്സ്റ്റൻസീവ് വേരിയബിളിന് എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റേണൽ എനർജി, എൻട്രോപ്പി, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇന്റൻസീവ് വേരിയബിൾ ആണ്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റൻസീവ് വേരിയബിൾ ആണ്. ഇന്റൻസീവ് വേരിയബിളിന് എക്സാമ്പിൾ നമ്പർ ഡെൻസിറ്റി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ വോളിയം, മാസ് ഡെൻസിറ്റി. വെരി ഇമ്പോർട്ടന്റ്, pressure and temperature are intensive variables. They do not depend on the size of the system, pressure and temperature. Okay, ഇനി ഒരു പ്രധാന കാര്യം ഇവരെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയെ പറ്റി നിങ്ങൾക്കറിയാം. മാഗ്നറ്റിക് മൊമെന്റ്, കറണ്ട് ഇൻറ്റു ഏരിയ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിനെ പഠിക്കുന്നത്. ഈ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ആൻ എക്സ്റ്റൻസീവ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ നമ്മൾ കണ്ടിട്ടുള്ള സാധനമാണ് മാഗ്നറ്റൈസേഷൻ. എന്താണ് മാഗ്നറ്റൈസേഷൻ? വിച്ച് ഈസ് നത്തിങ് ബട്ട് മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. അതായത് വോളിയം ഡിപ്പെൻഡൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തങ്ങ് കളയാണ്. പെർ വോളിയം എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള മാഗ്നറ്റിക് മൊമെന്റുകളുടെ എണ്ണം. ദിസ് ഈസ് ആൻ ഇന്റൻസീവ് വേരിയബിൾ. മാഗ്നറ്റൈസേഷൻ ഇന്റൻസീവ് ആണ്. അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇഫ് എനി ക്വാണ്ടിറ്റി ഡിവൈഡഡ് വിത്ത് വി ഓർ എൻ, then it will become intensive. So this point you should note. Any quantities divides by V volume or number of particle becomes intensive. Okay, so this is very necessary idea for this for particular problem. ഇനി നമുക്ക് വരാം, ഏത് ക്വാണ്ടിറ്റിയും വോളിയം കൊണ്ടോ അല്ലെങ്കിൽ n കൊണ്ടോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം ഇന്റൻസീവ്. എനി എക്സ്റ്റൻസീവ് ക്വാണ്ടിറ്റി ക്യാൻ ബിക്കം ഇന്റൻസീവ്. നമുക്ക് ഇനി നോക്കാം എന്താണ് നമ്മുടെ ഓപ്ഷനിൽ രണ്ട് ആൾക്കാരുണ്ട്. ഒന്ന് വോളിയം കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ വിച്ച് ഈസ് ബീറ്റ. വോളിയം കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഇതാണ്. നമ്മുടെ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴത്തേക്കും ഒരു ബോഡിയുടെ വോളിയം ഇൻക്രീസ് ചെയ്യും. സോ ദിസ് ഇസ് ബീറ്റ. യൂഷ്വലി ഇറ്റ് ഈസ് മെഷേർഡ് ആസ് എ കോൺസ്റ്റന്റ് പ്രഷർ. ദെൻ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ ആണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1/v ഡോ v ബൈ ഡോ p, റൈറ്റ്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇനി നിങ്ങൾക്ക് എന്നെ പറയാം യോമാർ എന്തായിരിക്കും? ഇറ്റ്സ് ഡിവൈഡഡ് ബൈ v, ബോത്ത് ഷുഡ് ബി ഇന്റൻസീവ്. ക്വാണ്ടിറ്റി. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ആൽഫ ആൻഡ് ഓക്കെ, ഇവിടെ ആൽഫ എന്നാണ്. ഞാൻ ആൽഫ ആണ് നമ്മുടെ ബീറ്റ കേട്ടോ. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 1/v ഡോ v ബൈ ഡോ t, that volume coefficient of expansion. So both are intensive variable. അപ്പോൾ ഏതാണ് ആൻസർ?
ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. Hope this is clear for you. Now we move on to the second question. That is again a direct question. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയില്ല. You know, van der Waals equation for gases. നമുക്കറിയാം യൂഷ്വലി നമ്മുടെ കേസിൽ റിയൽ കേസിൽ PV ഈക്വൽ ടു NRT. തെർമോഡൈനാമിക്സിന്റെ ഒരു 50% പ്രോബ്ലംസും ഐഡിയൽ ഗ്യാസിനെ ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റും, ഐഡിയൽ ഗ്യാസ്. സോ ഇതിനൊരു കറക്ഷൻ കൊണ്ടുവരുന്നതാണ് വാൻ ഡെർ വാൾസ് ഗ്യാസസിൽ നമ്മൾ കാണുന്നത്. സോ ദ പ്രഷർ ഡിപ്പെൻഡൻസ് ബിക്കം P plus A square upon V. The volume become V minus B equal to RT if I took N equal to 1. 1 മോളിന് ഇതാണ് ഇക്വേഷൻ. So for N mole, it's a direct question actually, which become P plus AN square upon V square. I'm sorry, this is V. Let me correct it. P plus A by V square. So AN square by V square, V minus NB equal to NRT. ഇതാണ് N മോൾസിനുള്ള വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. നമ്മൾ അത് പഠിക്കുമ്പോൾ തന്നെ ഈ രീതിയിൽ തന്നെയാണ് ആ ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. ഫോർ N മോൾസ് ഇറ്റ് ബിക്കം in this way. Okay, then which of our option is correct? Option P plus AN square by V square, V minus NB. This is again first option, right? Okay. Now third question. The pressure of a system of n particles contained in a volume V at a temperature T is given by P equal to this, where n is a number density. So I can rearrange this expression as P equal to n kBT minus half AN square plus 1 by 6 BN cube, where n is a number density, which means n equal to number of particles per volume. Okay. If the system exists a gas liquid transition, the critical temperature is. അപ്പോൾ critical temperature എന്താണെന്ന് നമ്മളൊന്ന് അറിയണം. Let me give a few seconds to discuss the phase transition phenomenon. നമ്മൾ യൂഷ്വലി phase transition, ഒരു മെറ്റീരിയൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ട്രാൻസിഷൻ. ഓക്കെ, അപ്പൊ യൂഷ്വലി സോളിഡ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാം, ലിക്വിഡിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറ്റം ഉണ്ടാവാം, സോളിഡ് ടു വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറ്റം ഉണ്ടാവാം. സപ്പോസ് ഇറ്റ് ഈസ് ഇൻ എ സോളിഡ് സ്റ്റേറ്റ്, ഈ ഭാഗത്ത് വേപ്പർ സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക, ആൻഡ് ഹിയർ യു ഹാവ് ലിക്വിഡ് സ്റ്റേറ്റ്. ഞാൻ ആദ്യം ഒന്ന് ഡ്രോ ചെയ്തോട്ടെ. ഇതാണ് യൂഷ്വലി ഉള്ള മെറ്റീരിയലുകളുടെ ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ ലിക്വിഡ് ആയിരിക്കും, ഇവിടെ വേപ്പർ ഫേസ് ആയിരിക്കും. സോ ദിസ് ഈസ് സോളിഡ് ടു വേപ്പർ ഫേസ്, സോ ലിക്വിഡ് ടു വേപ്പർ ഫേസ്. ഈ രീതിയിലായിരിക്കും. ഈ കർവിനെ നമ്മൾ സബ്ലിമേഷൻ കർവ് എന്ന് വിളിക്കും, പിന്നെ മെൽറ്റിംഗ് കർവ് എന്ന് വിളിക്കും, ഈ കർവിനെ ബോയിലിംഗ് കർവ് എന്ന് വിളിക്കും. ഓക്കെ, ദിസ് ഈസ് സബ്ലിമേഷൻ കർവ്, melting curve, it's boiling curve. ഇതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, നമുക്ക് ഇതിന്റെ അപ്പുറം ഒരു തിയറി ഈ ക്രാഷ് സെക്ഷനിൽ പറയാൻ പറ്റത്തില്ല, ബ്രീഫ് ചെയ്താണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ക്രിട്ടിക്കൽ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫേസുകളും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഫേസ് ആണ്, ഒരു പോയിന്റ് ആണ്. All 3 phases coexist. At critical point, this relation holds good. Dou P by dou V, constant temperature is equal to 0, and also dou square P by dou V square at constant temperature is equal to 0. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം, ഈ പാരാമീറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇത് CSIR റിപ്പീറ്റ് ചെയ്ത് 3ഓ 4ഓ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വിട്ടുപോയി ആ ക്വസ്റ്റ്യൻ. സോ ഇതാണ് ആ കൺസെപ്റ്റ്. ക്രിട്ടിക്കൽ പോയിന്റിൽ എല്ലാ ഫേസുകളും കോ എക്സിസ്റ്റ് ചെയ്യും, ആൻഡ് ദിസ് റിലേഷൻസ് ഹോൾഡ് ഗുഡ്.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. എനിക്ക് വേണ്ടത് പ്രഷർ വിത്ത് റെസ്പെക്ട് ടു വോളിയം ഡിഫറൻസിയേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കേസാണ്. അപ്പൊ നമ്മുടെ കേസിൽ എവിടെയാണ് വോളിയം ഒളിഞ്ഞിരിപ്പുണ്ട്. ആരാണ്? n is equal to n upon v. അപ്പൊ നമ്മുടെ എക്സ്പ്രഷനെ നമുക്ക് ഒന്ന് മാറ്റി എഴുതണം. എന്താ നമ്മുടെ എക്സ്പ്രഷൻ? p equal to n kBt minus half na square plus 1 upon 6 vn cube. ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, exactly, I missed it, that word. That is actually ഒരു കറക്ഷൻ എന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണ്. ഈ പോയിന്റ് ഞാൻ മിസ്പ്രൊനൗൺസ് ചെയ്ത് പോയതാണ്. ദിസ് പോയിന്റ് ഈസ് കോൾഡ് ട്രിപ്പിൾ പോയിന്റ്. മിസ്പ്രൊനൗൺസ്ഡ് അല്ല, മാറി പറഞ്ഞു ഇതാണ് ട്രിപ്പിൾ പോയിന്റ്. ഐ എം സോറി. ദിസ് പോയിന്റ് ഈസ് കോൾഡ് ട്രിപ്പിൾ പോയിന്റ്. താങ്ക് യു കമന്റ് ചെയ്ത ആളിന്. ദെൻ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ കർവിൽ ഇങ്ങറ്റത്തുള്ള പോയിന്റ്, ഈ പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ദിസ് ഈസ് ക്രിട്ടിക്കൽ. ഓക്കെ, എന്നാലല്ലേ അത് കറക്റ്റ് ആവും. ദാറ്റ് ഡോ പി ബൈ ഡോ വി ഈക്വൽ ടു ഡോ പി ബൈ ഡോ വി, ദാറ്റ് ഷുഡ് ബി 0. ഓക്കെ, നൗ ഓക്കെ, എനിവേ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ എന്നിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് ബിക്കം പി ഈക്വൽ ടു n ഈക്വൽ ടു, നോക്കുക എന്നിനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, n b റേസ് ടു -1. കാര്യം എനിക്ക് ഡിഫറൻസിയേഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട്. സോ n b റേസ് ടു -1 kBt minus half a n square v raised to -2 plus 1/6 b n cube v raised to -3. സോ ഡിഫറൻസിയേഷൻ നിങ്ങൾ വേഗത്തിൽ ചെയ്തോളൂ, ഞാനും കൂടെ ചെയ്യാം. എന്നെക്കാലം വേഗത്തിൽ നിങ്ങൾ ചെയ്യണം. സോ ഇഫ് യു ഗോ ഫോർ ഡോ p by dou v, that becomes -n v raised to -2 kBt plus 2 get cancelled, a n square v raised to -3 minus 1/2 b n cube v raised to -4. That is equal to 0. Okay. So next, dou square p by dou v square, that is again equal to 0. അതെന്തായിരിക്കും? 2n v raised to -3 kBt minus 3a n square v raised to -4 plus 2b n cube v raised to -5. That is again equal to 0. സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടുള്ള രണ്ട് ഇക്വേഷൻസ്. ഇതിനൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്തെടുക്കാം. സോ ഫ്രം ദിസ് എക്സ്പ്രഷൻ ഞാൻ ആ v raised to -2 പുറത്ത് വലിച്ചിടുകയാണ്. ദെൻ ദാറ്റ് ബിക്കം n kBt. ഓക്കെ, ഇതിന് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ബാക്കി ടേം എന്താണ്? a n സ്ക്വയർ, v സ്ക്വയർ പുറത്ത് പോയി അല്ലേ. അപ്പോൾ ബാക്കി v raised to -1 ആണ്, ഞാൻ b എന്ന് എഴുതാം, ബൈ v മൈനസ് b n ക്യൂബ് ബൈ 2. v സ്ക്വയർ അങ്ങ് പോയി. So divided by v square. So this is our equation 1. Then second term in v raised to -3 പുറത്തു പോയി കഴിഞ്ഞാൽ 2n kBt v cube പുറത്തു പോയി. Then rearrange ചെയ്തു കഴിഞ്ഞാൽ that is equal to 3a n square upon v, right? Minus ആണോ? Yes, minus 2b n cube, v cube പോയി, ബാക്കി by v square. I hope this is correct. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. So two equations. Okay. നിങ്ങളുടെ കമന്റ്സ് ഞാൻ നോക്കാവേ. So this we get to two results. ഇനി നമുക്ക് ഇവിടെ നോക്കുക, നമ്മുടെ ഓപ്ഷൻസ് കൂടെ നിങ്ങൾ കണ്ടിട്ട് വേണം ഇത് ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻസിൽ നമുക്ക് എന്തിന്റെ ടേം വരാൻ പാടില്ല? ദാറ്റ് ബി പാർട്ട് നത്തിങ് ഹാസ് ടു കം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണം. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോസസ്സുകൾ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിനെ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ആണ്. സോ മൾട്ടിപ്ലൈങ് വിത്ത് 2, മൾട്ടിപ്ലൈങ് വിത്ത് 2, മൾട്ടിപ്ലൈങ് വിത്ത് 2. സോ എന്നിട്ട് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അപ്പോൾ എനിക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ വാട്ട് ഐ ഗെറ്റ്
ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ മൈനസ് എ, ഐ എം സബ്ട്രാക്ടിങ് 1 minus 2, ദാറ്റ് ഇംപ്ലൈസ് 0 equal to minus a n square upon b plus this is minus minus plus, so b n cube by v square equal to 0. So v എനിക്ക് പുറത്തേക്ക് എടുത്ത് കളയാം, that implies v equal to b n cube a n square താഴെ വരും അല്ലേ, by a n square, correct? So this is our b. ഇത് ക്രിട്ടിക്കൽ പോയിന്റിലുള്ള v ആണ്, so we call as critical volume. Okay, ആ n ഇവിടെ കട്ട് ചെയ്ത് കളയാലോ, b upon a n. So b upon a n, this is our vc. ഈ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആൻസർ കിട്ടും. സോ നമ്മുടെ നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു, n kbt 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ എക്സ്പ്രഷൻ ഇതായിരുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുന്നേ that becomes a n square upon v minus b n cube by v square. ഇതായിരുന്നു നമ്മുടെ എക്സ്പ്രഷൻ. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഓൺ ദിസ് പർട്ടിക്കുലർ എക്സ്പ്രഷൻ, ഇതെന്താവും, വിയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എ എൻ സ്ക്വയർ 1/v ആണ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ബി ബൈ ബി, ഐ എം സോറി, എ ബൈ ബി എൻ minus b n cube v square, so a square by b square n square, so a square by bn, I'm sorry, n മുകളിലല്ലേ, a square n upon b minus a square n upon b. Mistake. ഇത് n kbt a n square by v 2 മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആണ്, അപ്പോൾ ഇവിടെ ഒരു ബൈ 2 ഉണ്ട്, ബൈ 2 ബൈ 2. സോ a n square by b minus a n square by 2b, so that is a square n by 2b. So that would be our n kbt. So n നമുക്ക് ലെഫ്റ്റും റൈറ്റും ആയിട്ട് ക്യാൻസൽ ചെയ്യാം, ബിക്കോസ് n kbt equal to this a square n by 2b. So n get cancelled, our critical temperature will be a square by 2b kb. Okay, so that will be the final answer to this particular problem. Okay, 2b square ആണ്. ഓക്കെ, ഞാനത് കറക്റ്റ് ചെയ്തു. Yes, you can go with the dp by dn, no problem. ഞാൻ ആ കൺസെപ്റ്റിൽ നിന്ന് വന്നതുകൊണ്ട് മാത്രം, അതായത് എനിക്ക് ആ കൺസെപ്റ്റ് നിങ്ങളോടൊന്ന് പറയണം, അതുകൊണ്ട് മാത്രം ഞാൻ ഈ രീതിയിൽ പോയതേ ഉള്ളൂ. യു ക്യാൻ പ്രൊസീഡ്, നോ ഇഷ്യൂ. കാര്യം n ഈസ് നമ്പർ ഡെൻസിറ്റി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ വോളിയം, ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് വോളിയം. നിങ്ങൾക്ക് അങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ഫോർ യു. ഇത് 2019 വന്നിട്ടുണ്ട്, ഇനി വരുന്ന വഴിയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യും. സോ ഇത് ഓർത്ത് വെക്കുക, നിങ്ങൾ ഇനി ഒരു കൺസെപ്റ്റ് പറഞ്ഞുകൂടെങ്കിലും യു ഷുഡ് കീപ് റിമെമ്പർ ഡോ പി ബൈ ഡോ വി ഈക്വൽ ടു 0, ഡോ സ്ക്വയർ പി ബൈ ഡോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 അറ്റ് എ ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് thermodynamics function g equal to u minus ts plus p in terms of initial energy, temperature, pressure, volume, number of particles. Which of the following relations is true? So the given relation is g equal to u minus ts plus pv. Okay, അപ്പോൾ നമുക്ക് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ വേണം. അപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല രസമുള്ള സാധനമാണ് നമ്മുടെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്നത്. സോ അതിനെ എളുപ്പത്തിലൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. സോ ദിസ് ഈസ് കോൾഡ് ക്രോണിക് പെന്നി ഡയഗ്രാം. ഒന്ന് ശ്രദ്ധിക്കുക, ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽസിലുള്ള ഒരു പ്രോബ്ലം പോലും മിസ് ആവത്തില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ വി
A T U S T P, and you have H here. I'm sorry, you should have H here, G P T G here, and you have H here. This is called chronic Pendy diagram or VAT BUS diagram. നിങ്ങൾക്കറിയാം തെർമോഡൈനാമിക്കിൽ എപ്പോഴും കോൺജുഗേറ്റ് മെറ്റീരിയൽസ് ആണ്, മീൻസ് വേരിയബിൾസ് എപ്പോഴും കോൺജുഗേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. PdV അല്ലെങ്കിൽ VdP, TdS അല്ലെങ്കിൽ SdT അങ്ങനെ കാണത്തുള്ളൂ, നിങ്ങൾ ബുക്കുകൾ നോക്കി അറിയാം. സോ യവന്മാരാണ് ആ കോൺജുഗേറ്റ് വേരിയബിൾസ്. അതിനെ ഞാൻ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ആരോ കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, കുട്ടിക്കാൻ ആരോ. ഏത് തെർമോഡൈനാമിക് ഫംഗ്ഷനും മാക്സ്വെൽസ് ഇക്വേഷനും കാണാതെ പഠിക്കാണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം. du ഈക്വൽ ടു സംതിങ് ഇൻറ്റു ഇതിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ആരാണെന്ന് നോക്കുക. ദാറ്റ് ഈസ് ds പ്ലസ് സംതിങ് ഇൻറ്റു dv. ഓക്കെ, ഇനി അതായത് ഏത് തെർമോഡൈനാമിക് ഫംഗ്ഷൻ എഴുതിയാലും അവിടെ ഡിഫറൻഷ്യൽ ഫോമിൽ നിൽക്കുന്ന ആൾക്കാർ ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരായിരിക്കും. എന്ന് വെച്ചാൽ ഒന്നും കൂടെ നോക്കിക്കേ. dg യിൽ എന്തായിരിക്കും? ഇതാണല്ലോ dg. ഇതിന്റെ ഡിഫറൻഷ്യൽ ഫോം എന്തായിരിക്കും? ഒന്ന് dtയും പ്ലസ് ഓർ മൈനസ് ദാറ്റ് മേ ചേഞ്ച്. അടുത്ത എന്തായിരിക്കും? dp ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താടാ da? ഹെൽമണ്ട്സ് ഫ്രീ എനർജി സംതിങ് ഇൻറ്റു ഇവന്റെ അടുത്ത് നിൽക്കുന്ന ആരാ? dv പ്ലസ് സംതിങ് ഇൻറ്റു അടുത്ത ആരാണ്? dt. ഇങ്ങനെയായിരിക്കും. ആ സംതിങ് നമുക്ക് ഫിൽ ചെയ്യാം. ഓക്കെ, ലിസൺ. ഇനി ഈ ഡിഎസിന്റെ കോയിഫിഷ്യന്റ് ഇതിന് നേരെ കിടക്കുന്ന കനോണിക്കൽ കോൺജുഗേറ്റ് വേരിയബിൾ, കനോണിക്കൽ വേരിയബിൾ ആയിരിക്കും. അതാരാണ് ഇവിടെ? എസിന് നേരെ കിടക്കുന്നത് ടി. നമ്മൾ പോകുന്ന ഡയറക്ഷനിലാണ് ആരോ എങ്കിൽ പോസിറ്റീവ്. സോ ടി ഈസ് പ്ലസ്. അടുത്ത നോക്കുക, വി ആണല്ലോ, dv ആണല്ലോ. ദെൻ വിയുടെ നേരെ എതിരെ കിടക്കുന്ന ആരാണ്? പി ആണ്. പക്ഷേ പോകുന്ന ഡയറക്ഷൻ എതിരായിട്ടാണ് ആരോ. therefore we have to put a negative sign, which means our du equal to tds minus pdv. ഇങ്ങനെയായിരിക്കും. നെക്സ്റ്റ് dg. കോയിഫിഷ്യന്റ് dpയും dtയും ആണ്. ഡിറ്റിയുടെ കോയിഫിഷ്യന്റ് ആയിട്ട് ആരാ നിൽക്കേണ്ടത്? ഇതിനെതിരെ കിടക്കുന്ന വേരിയബിൾ ആരാണ്? എസ് ആണ്. പക്ഷെ നമ്മുടെ പോകുന്ന ഡയറക്ഷൻ എതിരായിട്ട് അല്ലടാ ആരോ നിൽക്കണേ, അതുകൊണ്ട് മൈനസ് എസ്. അടുത്തതോ ഡിപിയുടെ എതിരെ കിടക്കുന്നത് വി. therefore it should be positive because it is in the direction. so dg equal to minus s dt plus vdp. അപ്പൊ ഡി എ നിങ്ങൾക്ക് തന്നെ എഴുതി കൂടെ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഡിവിക്ക് എതിരെ കിടക്കുന്നത് പി, so we should put a negative. Here we have dt, അതിനെതിരെ കിടക്കുന്നത് എസ്, ആരോക്ക് എതിരെയാണ് പോകുന്നത്. therefore it should be minus s. so da equal to minus pdv minus s dt. okay, finally നമുക്ക് ആരുണ്ട്? dh തന്നെ എഴുതി കൂടെ? dh equal to ds ആണ്. അതിൻ്റെ കൂടെ എസിനോട് ആരെ വരുവോളെന്ന് അറിയാം? ടി ആണ്. tds. ആരോ രണ്ടും അവിടെ നിന്നാ പോകുന്നത് അല്ലെ? പ്ലസ് dp ആണെങ്കിൽ വി ഷുഡ് ബി ദയർ, vdp. കണ്ടോ, ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാനോണിക്കൽ പ്രസൻസ് കാണാൻ പറ്റും. സോ ദീസ് ആർ ദി എക്സ്പ്രഷൻ ഫോർ ദി തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ്. ഇനി എക്സാക്ട് ഡിഫറൻഷ്യൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ ഒരു ഐഡിയയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ഇത്രത്തോളം ഡീറ്റെയിൽസ് വേണ്ട, അറ്റ്ലീസ്റ്റ് ഈ 4 ഇക്വേഷൻസ് കാണാതെ പഠിക്കാണ്ടിരിക്കാം ഈ കാര്യം അറിയാമെങ്കിൽ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഡയഗ്രാം. നൗ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരാം. എന്തായിരുന്നു നമ്മുടെ പ്രശ്നം? നമ്മുടെ പ്രശ്നം ഇതാണ്. വി ഹാവ് എ ഫംഗ്ഷൻ ഹിയർ g equal to u minus ts plus pv. so which of the following relation regarding this is true? so if I differentiate this dg, this become du minus tds minus sdt plus pdv plus vdp, right? but du നമ്മൾ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. du എന്ന് പറഞ്ഞാൽ എന്താണ്? d bar q equal to du plus pdv. d bar q is tds which is du plus pdv. so substitute ചെയ്യാം. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get
dg equal to du പകരം നമുക്ക് എന്ത് കൊടുക്കാം? tds minus pdv. ബാക്കിയുള്ള ആൾക്കാരതാ ഇവിടെ നിന്ന് ഇതുപോലെ ഞാൻ ഇതിനെ ഇങ്ങോട്ട് കൊടുക്കുകയാണെ, എനിക്ക് എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാനാണ്. സോ ഐ വിൽ ക്യാൻസൽ tds with this, pdv with this pdv, and I left with dg equal to minus sdt plus vdp. ഓക്കെ, നമുക്ക് നേരത്തെ കിട്ടിയ അതേ റിലേഷൻ തന്നെ ഒന്നും കൂടെ കിട്ടിയെന്നേ ഉള്ളൂ നമ്മുടെ ഈ പ്രോബ്ലത്തിനനുസരിച്ച് നമ്മൾ പോയപ്പോഴും. ഇനി ഒരു കാര്യം, നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ്. സപ്പോസ് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഇത് എക്സാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ്ലി ഡിഫറൻഷ്യബിൾ ആണ്, അതിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അർത്ഥം. അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിരിക്കും ഇൻ ഫിസിക്കൽ സെൻസ്. അപ്പോ ഇത് ഡി എഫ് നമ്മൾ എഴുതുമ്പോൾ സപ്പോസ് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ, ഇതാണ് ഡിഫറൻഷ്യൽ ഫോം. ഇത് എക്സാക്ട് ആണെങ്കിൽ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആയിരിക്കും. ഇത് ബൈ ഇത്, ഡോ എം ബൈ ഡോ വൈ ഡോ എൻ ബൈ ഡോ എക്സ് ഇതായിരിക്കും. അപ്പോ നമ്മുടെ ഇവിടെ നിന്ന് ആ ഒരു റിലേഷൻ നമുക്കൊന്ന് എഴുതാം. പിന്നെ മറ്റൊന്ന്, ഓക്കെ, നമ്മുടെ ഇവിടെ ഒരു കാര്യം കൂടി, നമ്മുടെ ഫംഗ്ഷൻ ഓക്കെ ഇൻ ടേംസ് ഓഫ് ജി ആണ് നമ്മുടെ ഉള്ള ചോദ്യം. സോ വി ഹാവ് ടു ബി കെയർഫുൾ. സോ ഡി ജി, വെയിറ്റ്, ഡി ജി, സോറി, this dg equal to minus sdt plus vdp. ഇത് എക്സാക്ട് ഡിഫറൻഷ്യൽ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഡോ ജി ബൈ ഡോ ടി. ഐ എം ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ, then I will get s if I put p equal to constant. Possible ആണ്. Okay, then dou g by dou p at constant temperature I get v. So ഇതാണ് ഇവിടുന്ന് വരുന്ന റിലേഷൻസ്. ഇതിൽ നമ്മുടെ ഓപ്ഷൻസിൽ ഇത് ഏതാണ് ഹോൾഡ് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, വി ഹാവ് ടു ബി കെയർഫുൾ. ഒരു കാര്യം കൂടി നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഓപ്ഷൻ 4 കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരാളും കൂടെ വന്ന് നിൽപ്പുണ്ട്. സോ നമ്മൾ ഇവിടെ ഉപയോഗിച്ച ഈ റിലേഷൻ പാർഷ്യലി ഉള്ള റിലേഷൻ ആണ്, ബൈ കീപ്പിംഗ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റന്റ്. ഏത്? ഈ റിലേഷൻ du ഈക്വൽ ടു tds മൈനസ് pdv. ഇതൊരു പാർഷ്യൽ റിലേഷൻ ആണ്, കംപ്ലീറ്റ് അല്ല. നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കൂടെ വേരിയബിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ we have to use the Euler's relation which is mu dn. ഇതാണ് കംപ്ലീറ്റ് റിലേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടേക്ക് ഏത് ടൈം കൂടെ എക്സ്ട്രാ വരും? mu dn കൂടെ വന്നേനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റിലേഷൻസ് എഴുതുമ്പോൾ ഇത് കിട്ടണമെങ്കിൽ ആരെയും കൂടെ ഹോൾഡ് ചെയ്യേണ്ടി വരും, എന്നിനെയും കൂടെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. സോ ഐ ഹാവ് ടു പുട്ട് n കോൺസ്റ്റന്റ്. അതാണ് ആ ഓപ്ഷനിൽ എന്നിന്റെയും കൂടെ പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നൗ ഇഫ് ഐ ഗോ ഫോർ ദി ഫോർത്ത് ഓപ്ഷൻ, നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ്? ഡോ ജി ബൈ ഡോ എൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ ടു മ്യൂ ആണ്. നമ്മുടെ ഓപ്ഷൻ പ്രകാരം അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, അപ്പൊ അത് കറക്റ്റ് അല്ല. ദെൻ മറ്റൊരു ഓപ്ഷൻ അവിടെ വാലിഡ് അല്ല. ഓപ്ഷൻ ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും എഴുതുന്ന റിലേഷനിൽ ഒരു അഡിറ്റീവ് ടേം കൂടെ കൊണ്ടുവരണം. ഡി യു ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി പ്ലസ് മ്യൂ ഡി എൻ. എന്നാലേ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ മ്യൂ ഡി എൻ എന്ന് പറയുന്ന പാർട്ട് മിസ്ഡ് ഇറ്റ്. ഓക്കെ, hope this is clear. Now next question. A box separated by a movable ball has two compartments filled by a monoatomic gas. So Cp by Cv equal to gamma എന്നൊക്കെ തന്നിട്ടുണ്ട്. Cp by Cv equal to gamma. Okay, monoatomic gas ആണ്. What is the expression for gamma? Degrees of freedom by plus 2 by f ആണ്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ അത് തരും. അൺഫോർച്ചുനേറ്റ്ലി അത് ഇന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല. സോ
This is the expression for gamma. Monoatomic case in the gas in the case, monoatomic varimbo, our F degrees of freedom will be 3. Okay, so 3 kind of motion and possible item whatever. So now initially the volume of the two compartments are equal, but the pressures are 3p and p0. For initial state നമുക്കൊന്ന് വരച്ചു നോക്കാം. വോളിയം ഈക്വൽ ആണ്. സോ വോളിയം ഞാൻ v0 എന്ന് പറഞ്ഞെടുക്കാം. v0 but pressures are different. 3p0 p0. ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? പ്രഷർ ഡിഫറെന്റ് ആണെങ്കിൽ സിസ്റ്റം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലല്ല. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? മെക്കാനിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാൾ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുക അല്ലേ? അപ്പോൾ പ്രഷർ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് ഒരു തള്ളുണ്ടാവും. അപ്പോൾ സിസ്റ്റം റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫൈനൽ സ്റ്റേറ്റ് എന്തായിരിക്കും? ഈക്വൽ പ്രഷർ സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, വെൻ ദ വാൾ ഈസ് അലൗഡ് ടു മൂവ്, ദ ഫൈനൽ pressure in two compartments become equal. നമ്മൾ പറഞ്ഞതുപോലെയാണ് ഇവിടെ. The final pressure in two compartments become equal. The final pressure is, എന്താണ് ഫൈനൽ പ്രഷർ എന്നാണ് നമ്മോടുള്ള ചോദ്യം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റ് എന്നൂടെ മനസ്സിലാക്കുക. ഇനിഷ്യലി നമുക്ക് ഈക്വൽ വോളിയം ഉള്ള രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, പ്രഷർ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഈ വോളിനെ നമ്മളൊന്ന് മൂവ് ചെയ്യിക്കുകയാണ്. സോ ദ വോളിയം ചേഞ്ചസ്. ഇപ്പോൾ ഇവിടുത്തെ വോളിയം ലെറ്റ് ഇറ്റ് ബി v1, ഹിയർ ഇറ്റ് ഈസ് v2, ബട്ട് നൗ ദ പ്രഷേഴ്സ് ആർ സെയിം. Let it be P. Then the question is, what is the final pressure? Okay. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, ഇവിടുന്ന് ടോട്ടൽ വോളിയം മാറുന്നില്ല. ടോട്ടൽ വോളിയം ഈസ് ഫിക്സ്ഡ്. അതെന്താണ്? ടോട്ടൽ വോളിയത്തിന് എനിക്ക് എഴുതാം v1 plus v2 ഈക്വൽ ടു നോൺ ക്വാണ്ടിറ്റിയുടെ ടേമിലേക്ക് അതിനെ ഒന്ന് കൊണ്ടുപോകാം അല്ലെ? അതെന്താണ്? v0 plus v0 അല്ലേടാ ഇവിടുത്തെ ടോട്ടൽ വോളിയം. ടോട്ടൽ ഫൈനൽ വോളിയം ഈക്വൽ ടു ടോട്ടൽ ഇനിഷ്യൽ വോളിയം. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ്. v final equal to v initial. So that is v0 plus v0. That is v1 plus v2 equal to 2v0. ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ ആണ്. ഓക്കെ, സോ ടോട്ടൽ വോളിയം ഓഫ് ദ സിസ്റ്റം ഈസ് നോട്ട് ചേഞ്ചിങ്. നൗ ഇവിടെ നിങ്ങൾ നോക്കുക, ഇറ്റ് ഈസ് അലൗഡ് ടു മൂവിങ്. അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടൊന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് ഓരോ കമ്പാർട്ട്മെന്റും നമുക്ക് ഒരു അഡയാബാറ്റിക് സ്റ്റേറ്റിലാണെന്ന് പറയാൻ പറ്റും. ഇതും ഇൻഡിപെൻഡന്റ് ഒരു അഡയാബാറ്റിക് സ്റ്റേറ്റിലാണെന്ന് പറയാൻ പറ്റും. അഡയാബാറ്റിക് സ്റ്റേറ്റിന്റെ ഇക്വേഷൻ പി വി റേസ്ഡ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നാണ്. വേറെയും ഇക്വേഷൻസ് ഉണ്ട്. സോ ഇവിടെ പ്രഷറും വോളിയം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയുമ്പോൾ ഇങ്ങനെ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഓരോന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഇനിഷ്യലി ഇതിലെന്താണ്, ഫൈനലി ഇതിലെന്താണ്, ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കൊണ്ടുപോകാം. നമ്മൾ നോക്കാലോ. ഇനിഷ്യലി പി എന്ന് പറയുന്നത് 3p0 ആണ് അല്ലെ? 3p0 വോളിയം എന്താണ്? v0 റേസ് ടു ഗാമ ഈക്വൽ ടു അതിന്റെ ഫൈനൽ എന്താണ്? P v1 raised to gamma. ഓക്കെ, മറ്റൊരു എക്സ്പ്രഷൻ കൂടാണ്ട് ഒരെണ്ണം കൂടെ നമുക്ക് എഴുതാം. ഇതിൽ നിന്നും p0 v0 raised to gamma equal to p v2 raised to gamma. അപ്പോൾ നമുക്ക് രണ്ട് എക്സ്പ്രഷൻസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ താഴെ എഴുതാം, എനിക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ p v0 raised to gamma equal to p v2 raised to gamma. So if I divide this expression, divide ചെയ്ത് കഴിഞ്ഞാൽ I will get 3 which is equal to v1 upon v2 raised to gamma. p യും p0 എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് I left with this expression only. Okay. Now നമ്മുടെ ഫൈനൽ ആൻസറിൽ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് ഒരു മിനിറ്റ് അതിന്റെ രേഖയിലേക്ക് ഒന്ന് കൊണ്ടുവരണം. p0 ഗാമ, v0 വേണ്ട, v1 v2 വേണ്ട. സോ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ v1 അല്ലെങ്കിൽ v2നെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. എന്താടാ v1 പ്ലസ് v2? ദിസ് ഈസ് ഈക്വൽ ടു v0. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. I would like to write v2 equal to വേണ്ട v1 എഴുതാം അല്ലേ? v1 equal to v0 minus v2. I'm sorry.
എക്സ്പ്രഷൻ 2v0 ആണ്. 2v0 അല്ലെങ്കിൽ ഇപ്പോഴും 2v0. So this become 3 equal to v1 നെ മാറ്റി കഴിഞ്ഞാൽ 2v0 minus v2 upon v2 raised to gamma. ഓക്കെ, ഞാൻ ഇതിനൊന്ന് സിംപ്ലിഫൈ ആണ്. 1 ഗാമ കൊണ്ട് രണ്ട് സൈഡിലും 1 ഗാമ പവർ എടുക്കുകയാണ്. സോ ഈ ഗാമ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യും. സോ 2v0 by v2 മൈനസ് 1 എന്ന് വരും. ദാറ്റ് മീൻസ് 1 plus 1 ഗാമ equal to 2v0 upon v2. So I get v2 equal to 2v0 divided by 1 plus 3 raised to 1 gamma. This is our v2. v2 എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ എക്സ്പ്രഷൻ നമുക്ക് നേരത്തെ ഉള്ള ഇതിൽ ഏതെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയല്ലോ. v2 വരുന്ന എവിടെയാ? ഇവിടെയാണ് v2 വരുന്നത്. സോ ഈ v2 പകരം ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p0 v0 raised to gamma, p0 v0 raised to gamma equal to p v2 raised to gamma. So p0 v0 raised to gamma equal to p into v2 is this. So v2 raised to gamma is 2 raised to gamma v0 raised to gamma divided by 1 plus 3 raised to 1 gamma whole gamma, right? So this cancel. We need a final pressure. This implies p equal to p0 upon 2 raised to gamma into 1 plus 3 raised to 1 gamma whole raised to gamma. Okay, ഇത്രയല്ലേ ഉള്ളൂ. So this is our final expression. നമ്മുടെ ഓപ്ഷനിൽ ഒരു സാധനം അത് പ്രിന്റ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആണ്. നമ്മുടെ സ്റ്റാഫ് അത് അടിച്ചപ്പോഴത്തേക്കും വന്ന മിസ്റ്റേക്ക് ആണ്. അവിടെ ഒരു ഗാമ ഇവിടെ ഇല്ല കേട്ടോ. നമ്മുടെ ഓപ്ഷൻ എന്താണ്? ആക്ച്വലി ഇറ്റ് ഷുഡ് ബി ദ ഹോൾ പവർ ഗാമ എന്ന് ഇട്ടിട്ടുണ്ട് അല്ലേ. ഹോൾ റേസ് ടു ഗാമ എന്നിട്ട് ഒരു ബ്രാക്കറ്റിന്റെ കുറവ് അവിടെ ഉണ്ട് ആക്ച്വലി. സോ ദിസ് വിൽ ബി അവർ ആൻസർ. എന്തോ ഒരെണ്ണം മിസ്സിംഗ് ആണ് അവിടെ. ഓക്കെ, p0 ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് അവർ ആൻസർ. എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. 1/2 raised to gamma ഇതിൽ അക്കോമഡേറ്റ് ചെയ്യും. ഇവിടെ 1 plus 3 raised to 1 gamma അതിന്റെ അവിടെ ഒരു ബ്രാക്കറ്റും കൂടെ വരേണ്ടതാണ്. ഇറ്റ്സ് മിസ്ഡ്. ഓക്കെ, അത് നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ. സോ ദിസ് ഈസ് അവർ ഫൈനൽ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഏത് പ്രോസസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അതിന്റെ ഇക്വേഷൻ എഴുതുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, now next question. Okay, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? The gas of photons, light, inside a cavity of volume V in equilibrium at a temperature T. The temperature of the cavity is changed to 2T. The radiation pressure will change. നമുക്കറിയാം ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോൺ ആണ്. ലൈറ്റ് which is nothing but photons. ഫോട്ടോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? മൊമെന്റം ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും. It can exert momentum. എന്താണ് കമന്റ്? പവർ 1 ഗാമ എവിടെയാണ്? കറക്റ്റ് അല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്? മിസ്റ്റേക്ക് വൈഷ്ണവ്? Okay, correct ആണ്. I think it is correct. Vaishna, you plus please check. നമ്മുടെ ഓപ്ഷനിൽ ചിലപ്പോ പ്രശ്നമുണ്ട്. ആ ഓപ്ഷനിൽ ഇല്ലല്ലോ. കറക്റ്റ്, അവിടെ ആ ബ്രാക്കറ്റിന്റെ ഒരു ഇഷ്യൂ മാത്രമാണ് അവിടെ ഉള്ളത്, വേറെ ഒന്നുമില്ല. Now listen, ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോൺസ് ആണ്. അപ്പൊ ലൈറ്റിന് മൊമെന്റം എക്സേർട്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോൺ ക്യാൻ എക്സേർട്ട് മൊമെന്റം. ആ എക്സേർട്ട് ചെയ്യപ്പെടുന്ന മൊമെന്റത്തിനെ വിളിക്കുന്ന പേരാണ്, അതായത് ഒരു ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യപ്പെടുന്നത്, റേഡിയേഷൻ പ്രഷർ.
സോ റേഡിയേഷൻ പ്രഷർ നമ്മൾ നമ്മുടെ പ്ലാങ്ക്സ് ബ്ലാക്ക് ബോർഡ് റേഡിയേഷൻസിൽ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ടെമ്പറേച്ചർ. ആ എക്സ്പ്രഷൻ അറിയാമെങ്കിൽ വി ക്യാൻ ഈസിലി റൈറ്റ് ദി ഇക്വേഷൻ and easily find the answer. 4 sigma by 3c T power 4. That is, pressure is proportional to 4th power of temperature. Okay. ഇവിടെ എന്താ ടെമ്പറേച്ചർ 2T ആയി, അപ്പോൾ പ്രഷർ എന്താവും? ലെറ്റ് പ്രഷർ P dash is 2T power 4. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. P by P dash equal to 1 by 16. So P dash is equal to 16 times P. അതായത് ടെമ്പറേച്ചർ 2 times ആയി കഴിഞ്ഞാൽ പ്രഷർ എന്തായി? 16 ടേംസ് ആയിട്ട് മാറും. സോ ദിസ് വിൽ ബി അവർ ആൻസർ. ഇവിടെ ഓരോന്ന് എന്താണെന്ന് ഞാൻ പറയാൻ വിട്ടു കേട്ടോ. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. ആൻഡ് സി ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ടി ഈസ് ദ ടെമ്പറേച്ചർ. ഓക്കെ. പി പ്രൊപ്പോർഷണൽ ടു ടി പവർ 4 ആ ഒരു റിലേഷൻ നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതിയാവും. ഓക്കെ. നൗ നെക്സ്റ്റ് വൺ. The 7th question. The relation between internal energy, temperature, pressure and number of particles is given by, okay, നമ്മൾ നേരത്തെ എഴുതിയ റിലേഷൻ ആണ്, which is 7 du equal to TdS minus PdV plus mu dN. Okay. CSIR എക്സാമിന്റെ ആ സിംപ്ലിസിറ്റി ഉണ്ടോ? എല്ലാം തന്നിട്ടുണ്ട്. The exact differential implies that. Okay, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് എക്സാക്ട് ഡിഫറൻഷ്യൽ ആവണമെങ്കിൽ സപ്പോസ് dF is equal to mdx plus mdy. ഇത് എക്സാക്ട് ഡിഫറൻഷ്യൽ ആണെങ്കിൽ dm by dy equal to dn by dx ആയിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് റിലേഷൻസ് എഴുതാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ. സോ നമുക്ക് ഇതിൽ നിന്നുള്ള പോസിബിൾ റിലേഷൻസ് ആദ്യം എഴുതാം. ഡോ ടി ബൈ dou v at a constant s and n equal to, ഇവിടെ നിന്ന് നേരെ തിരിച്ചു എഴുതണം, dou p by dou s. There is a negative sign at a constant. We consider v, so s and n. Okay. Fortunately നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഇതാണ്. ഇനി നമുക്ക് ഒരു റിലേഷനോടെ ഇവിടുന്ന് പോസിബിൾ ആണ്, ഒന്നല്ല രണ്ട് റിലേഷനോടെ ഇവിടുന്ന് എഴുതാൻ പറ്റും. ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് എഴുതി കൂടെ? എങ്ങനെ എഴുതാം? ആദ്യത്തെയും മൂന്നാമത്തെയും തമ്മിൽ കണക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ that become dou t by dou n at a constant s and v equal to dou mu by dou s at a constant v and n. അത് അവിടെ ഉണ്ടോ നോക്കാം. Then one more relation possible ആണ് ഇവിടുന്ന്, minus dou p by dou n at a constant s and v equal to dou mu by dou v at a constant s and, I'm sorry, dou mu by dou v s and n. Now check the options. ഇതാണ് നമുക്ക് പോസിബിൾ ആയിട്ട് ഇവിടുന്ന് എഴുതാൻ പറ്റുന്ന എക്സാക്ട് ഡിഫറൻഷ്യൽസ്. Now you can check the possible options. നമ്മുടെ ആൻസർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആരാണ്? ഡോ പി ബൈ ഡോ എസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ വി വിത്ത് നെഗറ്റീവ് സൈൻ. സോ we have our first option. വേറെ ഏതെങ്കിലും നമുക്കായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? No. Dou p by dou s equal to dou t by dou v. No. Anything. P, v and n where നമ്മൾ ഏതാണോ എടുക്കുന്നത് മറ്റ് വേരിയബിൾസിനെ അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ. സോ വി ഗോട്ട് അവർ ഫസ്റ്റ് വൺ ഈസ് അവർ കറക്റ്റ് ആൻസർ. Now when an ideal monatomic gas expanded adiabatically from initial volume V to 3V0, its temperature changes from T0 to T. Then the ratio is monoatomic gas ഉണ്ടായിരുന്നു. So it is having some initial volume V0 and temperature T0. It is expanded to 3V0. Final temperature, let it be T.
adiabatic process ആണ്. So we have equation connecting adiabatic process T b raised to gamma minus 1 equal to a constant. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്. So initial state temperature T0, volume V0, gamma minus 1 equal to final state temperature T, volume 3V0, gamma minus 1. Here the gas is monoatomic. Gamma equal to F plus 2 by F. Monoatomic in F equal to 3. So gamma endaayirikkum 5 by 3. Gamma minus 1 endana 5 by 3 minus 1 is 2 by 3. So if you substitute, it become T0 V0 raised to 2 by 3 equal to T 3 raised to 2 by 3 V0 raised to 2 by 3. That can be cancelled. So our answer is T upon T0. It become 1 by 3 whole raised to 2 by 3. Okay, it's a direct question actually. Equation അറിയാമെങ്കിൽ അത് ചെയ്യാം. So option B is our answer. Now the initial energy of a system fixed volume is found to be internal energy of a system at a fixed volume is found to be depend on temperature as E equal to, I am discussing question number 9, E equal to alpha T square minus ആണ് അവിടെ B T power 4 അത് equal to sign പോലെ കിടക്കാണ്. I am sorry, that is plus. Actual question is plus. അത് നിങ്ങളാണ് കറക്റ്റ് ചെയ്തോണം നിങ്ങളുടെ മെറ്റീരിയലിൽ. ദാറ്റ് ഈസ് പ്ലസ്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ദെൻ എൻട്രോപ്പി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ എന്നതാണ് കാണേണ്ടത്. നമുക്കറിയാം, വി നോ ഫ്രം ദി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എനർജി ഡി ബാർ ക്യൂ ഇന്റേണൽ എനർജി റേസ് ചെയ്യാനും ബാക്കി വർക്ക് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കും. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ടി ഡി എസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. ഇതാണ് ഇവിടുത്തെ സംഭവം. ഫിക്സ്ഡ് വോളിയം ആയതുകൊണ്ട് വി കുഡ് റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 0. dv will be 0. ഓക്കെ, സോ ഡി യു ഈക്വൽ ടു ടി ഡി എസ് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ ഇ ആണ് ഇവിടുത്തെ യു കേട്ടോ. അപ്പൊ ഞാൻ നമുക്ക് പരിചയമുള്ള നൊട്ടേഷനിലേക്ക് ഇതൊന്ന് മാറ്റിക്കൊണ്ടുവരാം. സോ യു ഈക്വൽ ടു ആൽഫ ടി സ്ക്വയർ പ്ലസ് ബി ടി പവർ 4. സോ ഡി യു ഈക്വൽ ടു differentiating 2 alpha t plus 4b t cube. du is nothing but tds, which is 2 alpha t plus 4b t cube. So ds will be 2 alpha plus 4b t square. Okay, I'm sorry, if I differentiate there will be a dt. Okay, there should be a dt. So to get the entropy, just integrate this expression. That become 2 alpha t plus t cube by 3 varo alle. Appo 4b t cube by 3. So that is the final answer to this particular problem, which is option C again. This one. Now next one. The condition for a liquid and vapor phases of a fluid in equilibrium is given by the expression we have in 10th question, dp by dt equal to ql upon Tv vaporization. Which equation is this one? This is called a Clapeyron equation in phase transition. ഏത് phase transitionലാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻസിലാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻസിലെല്ലാം Clapeyron equation ഹോൾഡ് ചെയ്യും. ഓക്കെ, സോ കണ്ടീഷൻ ഫോർ ദിസ് ഈസ് ഗിവൺ ബൈ ദിസ്. ഓരോ സാധനവും തന്നിട്ടുണ്ട്, ഞാൻ പറയാം. QL എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. T is the temperature, ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആണ്. Now the remaining part of the question we can upload.
is taken to be constant if the vapor obeys ideal gas law. Which of the following plot is correct? Vapor ideal gas law obey ചെയ്യാണ് എന്ന് വെച്ചാൽ PV equal to RT ഇവിടെ ഹോൾഡ് ചെയ്യുന്നു. സപ്പോസ് ഐ എം ടേക്കിംഗ് N equal to 1 mole. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻ dP/dt equal to QL upon T V vaporization ആണ്. ഓക്കെ, ഇതിപ്പോ ഐഡിയൽ ഗ്യാസ് ലോ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റീപ്ലേസ് V by RT upon P. ഈ എക്സ്പ്രഷൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ഐ വിൽ ഗെറ്റ് dP/dt that is equal to QL upon T. V vaporization is RT by P. So RT by P that become here. So that implies dP upon P equal to QL by T square R into dt. So if I integrate this expression, I get ln P equal to minus QL by R T plus some integration constant K. So I am left with this expression ln P equal to this. Okay, so ln P equal to minus, again this is a constant, I could write minus some നമുക്ക് കോൺസ്റ്റന്റ് K1 എന്നിടാം അല്ലേ, K1 by T plus some other constant. സോ ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫുകൾ നിങ്ങൾ നോക്കുക, എല്ലാം log P വേഴ്സസ് T ഗ്രാഫാണ്. എല്ലാ ഗ്രാഫുകളും വരച്ചിരിക്കുന്നത് ഓപ്ഷനിലെ log P അഗൈൻസ്റ്റ് T ആണ്. അതായത് y ഈക്വൽ ടു മൈനസ് 1/x പ്ലസ് സം കോൺസ്റ്റന്റ്, ഈ ഫോമിൽ വരുന്ന ഗ്രാഫുകളാണ് എല്ലാം അല്ലെ, ln P വേഴ്സസ് T. സോ y ഈക്വൽ ടു 1/x ന്റെ ഗ്രാഫ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. സപ്പോസ് ദിസ് ഇസ് y, ദിസ് ഇസ് x. y ഈക്വൽ ടു 1/x ന്റെ ഗ്രാഫ് ഇങ്ങനെയാ പോണേ അല്ലെ, നമുക്കറിയാന്നുള്ള കാര്യമാണ്. y ഈക്വൽ ടു 1/x ഗ്രാഫ്സ് ആർ ഗോയിങ് ലൈക്ക് ദിസ്. സോ ഇതാണ് y ഈക്വൽ ടു 1/x ന്റെ ഗ്രാഫ്. ഇത് തേർഡ് ക്വാഡ്രന്റിലും കൂടെ വരും, ഇങ്ങനെയായിരിക്കും. y ഈക്വൽ ടു 1/x. നമുക്ക് വേണ്ടത് മൈനസ് 1/x ആണ്. y ഈക്വൽ ടു മൈനസ് 1/x ന്റെ പ്ലോട്ടുകളെല്ലാം എങ്ങനെയാണ്, ഈ രീതിയിലായിരിക്കും. ദിസ് ഈസ് y ഈക്വൽ ടു മൈനസ് 1/x. ഇതിൽ നമ്മളൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യും, ഈ ഗ്രാഫ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. y ഈക്വൽ ടു മൈനസ് 1/x പ്ലസ് k. If k greater than 0, graph shifts up. മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. k നെഗറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് ഷിഫ്റ്റ് ഡൗൺ. അപ്പൊ നമ്മുടെ കേസിൽ y ഈക്വൽ ടു മൈനസ് 1/x പ്ലസ് c ആണ്. അപ്പൊ നമ്മുടെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും വരേണ്ടത്, കുറച്ച് മുകളിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്ത് വരണം അല്ലെ, ഇങ്ങനെ ഒരു കർവ് വരെയും ചെയ്യണം, അത് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യണം. സോ that should be something like this. So y x. So this will be, നമ്മുടെ y എന്ന് പറഞ്ഞാൽ എന്താണ്, ln P, this is x. So ln P equal to minus some constant by t plus another constant. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഫോമിൽ നിൽക്കണം. സോ വിച്ച് ഈസ് ഗിവൺ ബൈ അഗൈൻ ഓപ്ഷൻ സി. നിങ്ങൾ നോക്കുക, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി അവിടെ ഓപ്ഷൻ എ കിടക്കുന്നത് കണ്ടോ. ആ കോൺസ്റ്റന്റ് നിങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ എ കൊണ്ടുപോയി കുത്തും. ഇറ്റ്സ് എ ബ്ലണ്ടർ. ഓക്കെ, now 11th question. Which of the graph below gives the correct behavior of Planck's black body radiation versus lambda? Okay, ഞാൻ ആദ്യം അതിന്റെ കൺസെപ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം. Planck's black body radiation curve. അത് പറയുമ്പോൾ ആക്ച്വലി it's a tedious process to discuss it in a short time. എന്നാലും ശ്രമിക്കാം. എനർജി ഡെൻസിറ്റി, ഇതാണ് ഈ ലാംഡ വേഴ്സസ് ലാംഡ. അത് പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ, നമുക്ക് പ്ലാങ്കിന്റെ ഐഡിയ, വീൻസിന്റെ ഐഡിയ, ബോൾട്സ്മാന്റെ ഐഡിയ, ഇത്രയും കമ്പൈൻ ചെയ്ത് മാത്രമേ പറയാൻ പറ്റൂ. പ്ലാങ്ക്സ് ലോ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഈ ലാംഡ ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ ഇറ്റ് ഈസ് 8πhc ഡിവൈഡഡ് ബൈ ലാംഡ പവർ 5 e raised to hc by kBT lambda minus 1. ഇതാണ് ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ. ഇതാണ് പ്ലാങ്കിന്റെ ഐഡിയ.
Then Wien's law പറയുന്ന ഇത്രയേ ഉള്ളൂ. Maximum peak frequency is inversely related to temperature. Lambda m is the peak frequency, T is a temperature, B is a constant. Okay. ഈ മുകളിൽ എഴുതിയ equationൽ ബാക്കി എല്ലാ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാം, which is Planck's constant, C is or velocity of light, T is temperature, Kb Boltzmann constant. ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. Then Stephen Boltzmann law പറയുന്ന ഇത്രയേ ഉള്ളൂ. The radiant energy is proportional to T power 4 density. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടിയാൽ റേഡിയന്റ് എനർജി കൂടണം, അതേസമയം ടെമ്പറേച്ചർ കൂടിയാൽ ലാംഡ എം എന്ത് ചെയ്യും, കുറയും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യുമ്പോൾ we will get some curves like this. Okay, but as we increase the temperature, ആ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. Okay, so suppose ഇത് T1, ഇത് T2, ഇത് T3 ആണെങ്കിൽ T1 greater than T2 greater than T3. As temperature increases, the graph is shifted towards left. എന്ന് പറഞ്ഞാൽ എന്താണ്, ലോവർ വേവ് ലെങ്ത് ലിമിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. കാര്യം നോക്കുക, ലാംഡ എം ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ആ പീക്ക് ലോ വേവ് ലെങ്ത് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ കേസിലോട്ട് വരാം. നമ്മുടെ കേസിൽ T2 ഗ്രേറ്റർ ദാൻ T1 ആണ്. ഇനി നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കിയാൽ പോരെ ഏതായിരിക്കും. സ്ലൈറ്റ് ഷിഫ്റ്റേ പാടുള്ളൂ. ഫസ്റ്റ് ഓപ്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. Then second one is wrong, right shift ആണ്. Third one possible ഉണ്ട്, fourth one possible അല്ല. We choose 1 and 3. അതിൽ ഏതാ കറക്റ്റ്? സ്ലൈഡ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് വേണ്ടത്. സോ ഓപ്ഷൻ 3 will be our answer. Okay, so ഈ മൂന്ന് ഐഡിയയുടെ നമുക്ക് വേണം. മോർ ഇമ്പോർട്ടൻ്റ്ലി ദിസ് കാര്യം ഇവിടെ തന്നിരിക്കുന്നത് ഈ ലാംഡ വേഴ്സസ് ലാംഡ ഗ്രാഫ് ആണ്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, പീക്ക് ഫ്രീക്വൻസി shifted towards left. Hope this is clear. Okay, so ഞാൻ കുറച്ച് വേഗത്തിലാണ് പോകുന്നതെന്ന് അറിയാം. Any comments? Okay, thank you. The free energy of a system depends on the thermodynamic variable psi as F is equal to A psi square plus B psi raised to 6, where A and B are non-zero constant which is greater than 0. The system in thermodynamic equilibrium. Okay, equilibrium കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കേസാണ്. We have to take the derivatives and equal to 0. നമ്മുടെ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിന്റെ ഒരു പ്രത്യേകത, തെർമോഡൈനാമിക് ഫങ്ഷൻസ് അവിടെ എക്സ്ട്രീമോ ആയിരിക്കും. യൂഷ്വലി ഇറ്റ് ഈസ് മിനിമം. അത് ഓരോരോ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. യൂഷ്വലി ദ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് ആർ മിനിമം അറ്റ് ഇക്വിലിബ്രിയം. ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് ആർ മിനിമം at equilibrium. Okay, so minimum means dou f by ഏതാണോ വേരിയബിൾ that you have to put 0. So just differentiate it, put it 0, put it equal to 0. That is 2a psi plus 6b psi power 5 equal to 0. We can take that psi outside and cancel. So 2a equal to minus 6b psi power 4. I think there is a minus. Okay, question or correction. I think there is a minus exists, right? Okay. Or it on I like 34. See, so if I go for the rearrangement, that becomes right. So that becomes plus. So a by 3b equal to psi power 4. That implies our psi equal to a upon 3b whole power 1 by 4. Of course, that will be plus or minus. Okay.
F equation which is given in the question, അതിൽ a psi square എന്നുള്ളതല്ല, അവിടെ ഒരു മൈനസ് ഇട്ട് കറക്റ്റ് ചെയ്യട്ടോ നിങ്ങൾ. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വേഗം നോക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് വന്നത്. സോ മൈനസ് a square plus b psi power 6. ഓക്കെ, അല്ലെങ്കിൽ we will trouble with this negative sign, that's it. അത് സെക്കൻഡ് ടേം മൈനസ് ആക്കിയ എന്നാണ് തോന്നുന്നത്. അതിൽ ഒരു ഈക്വൽ സൈനാണ് കിടക്കുന്നത്. ഒരു ടേം അതിൽ നെഗറ്റീവ് ആണ് എന്തായാലും. അപ്പോൾ ആ ഒരു സൈൻ പ്രോബ്ലം എൻകൗണ്ടർ ചെയ്യത്തില്ല. സോ നിങ്ങൾ ഇങ്ങനെ അത് എഴുതുക. എനിവേ ആക്ച്വൽ ക്വസ്റ്റ്യനിൽ ഒരു ടേം അവിടെ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വിലിബ്രിയം പ്രോബ്ലത്തിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ചെയ്യുക, നിങ്ങൾക്ക് എൻ്റെ ആൻസറിലേക്ക് എത്താം. So we will move to next question, which is question number 13, right? 13. Where the entropy is given by C u power 3/4 V raised to 1/4. S is equal to this. For a particle in a thermodynamic system, the entropy is given by this. The Gibbs potential is given by U minus Ts minus PV. So this is also given in the problem, which is plus PV, right? Plus PV. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തോണേ, അവിടെ ഈക്വൽ എന്നാണ് എല്ലാത്തിനും കിടക്കുന്നത്. U minus Ts plus PV. Okay. So what is the Gibbs free energy or Gibbs potential of the system? ഇതാണ് ചോദ്യം. അപ്പോ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നോക്കുക. ഇവിടെ ഒരു അൺനോൺ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ട്, വേറെ വോളിയം ഇതിൻ്റെ അകത്തുണ്ട്, പ്രശ്നമില്ല, പ്രഷർ ഉണ്ട്. ഈ രണ്ട് ആൾക്കാരെയും നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ചലഞ്ച്. ഓക്കെ, സോ വി ഹാവ് ഇന്റേണൽ എനർജി വിത്ത് എൻട്രോപ്പി റിലേഷൻ. നമുക്ക് അതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇറ്റ്സ് വോളിയം ഈസ് വി, ഇറ്റ് ഈസ് ഫിക്സ്ഡ്. വോളിയം ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ഈ റിലേഷൻ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡി ബാർ ക്യൂ ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ബാർ ഡബ്ല്യു. So TdS equal to du plus PdV. So V is fixed, so we can cancel this. So I could write the expression dou S by dou U equal to 1 upon T, right? Dou S by dou equal to 1 upon T. അപ്പോൾ എനിക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ടെമ്പറേച്ചർ കിട്ടും, അതിനെ എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. Now suppose if I take the general relation TdS equal to du plus PdV, pressure കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക്? If I fix internal energy, if I go for the pressure, or better to write from internal energy, I can write. So if I fix entropy for a given entropy S, and then I could write du equal to minus PdV for a given entropy. S is equal to C, constant ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് P എനിക്ക് എഴുതാൻ പറ്റും മൈനസ് P ഈക്വൽ ടു ഡോ യു ബൈ ഡോ വി. പോസിബിൾ ആണല്ലോ. അപ്പൊ എനിക്ക് പിയും കിട്ടും ടിയും കിട്ടും ഈ പറഞ്ഞ വഴി കൂടെ. അത് കണ്ടുപിടിച്ചാലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ചെയ്തോളൂ. ഓക്കെ, സോ ഐ ഹാവ് ദ റിലേഷൻ അഗെയിൻ. S is equal to C u power 3/4 V power 1/4. First I am finding dou S by dou U, that become 3/4 C u power minus 1/4 V power 1/4, which is nothing but 1/T. That implies my temperature T will be എന്താണ്? T will be 4 u raised to 1/4 ശരിയല്ലേ, by 3 C is there V power 1/4. So നമുക്ക് വേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആളായിട്ടുണ്ട്. Now we want to find pressure.
അവിടെ നോക്കുക ഡോ യു ബൈ ഡോ വി എന്ന് പറയുന്ന ടേം ആണ് നമുക്ക് വേണ്ടത്. സോ ബി വെരി കെയർഫുൾ. ആദ്യം ഇതിനെ യുവിന് വേണ്ടിയിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുക. സോ യു പവർ 3/4 ഫ്രം ദിസ് എക്സ്പ്രഷൻ ഐ കുഡ് റൈറ്റ് 1 upon c s v power minus 1/4. Right? So if I differentiate with respect to v, then it become 3/4 u power minus 1. So minus 1/4 differentiate with respect to v. So dou u by dou v. Hope you know differentiation well. Okay. So differentiating with respect to v. So s by c with respect to v ana. So minus 1/4 minus 1, that will become minus 5/4, right? So dou u by dou v is nothing but minus p. So I will get I missed one thing here. I will have minus 1/4. Angane oru term oda varule. Okay. So this is nothing but minus p into 3/4 ഇവിടെ ഉണ്ട്. പിന്നെ എന്തുണ്ട്? u raised to minus 1/4 ഉണ്ട്, equal to minus s v power minus 5/4c. So from this I can get p equal to, സൂക്ഷിച്ചെഴുതണേ, ആ നെഗറ്റീവ് എല്ലാം കട്ട് ചെയ്യാം, 4ഉം 4ഉം കട്ട് ചെയ്യാം, and I left with p equal to s by ഈ 3 താഴെ വരും അല്ലേ, 3c v raised to minus 5/4, then u ഇപ്പുറം വരും, അത് പോസിറ്റീവ് ആവും, u പവർ 1/4. ഇതാണ് നമ്മുടെ p. ടിയും പിയും ആയിട്ടുണ്ട്. Now we can substitute in our expression g equal to, what is expression? u minus ts minus, sorry, plus pv. So g equal to u minus t നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ t ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തായിരുന്നു t? 4 u raised to 1/4 divided by 3c v power 1/4, that is t, into s. s already തന്നിട്ടുള്ള ഒരു ഫാക്ടറാണ് s. c u power 3/4 v power 1/4 plus p നമ്മളിപ്പോൾ കണ്ടുപിടിച്ചോളൂ, s by 3c v power minus 5/4 u power 1/4 into v. v already നമ്മുടെ ഈ റിലേഷനിലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. I would like to put v as it is. Okay. Oh, I forgot to put s. ഇവിടെ ഒരു s കൂടെ ഉണ്ടല്ലോ, ആ s കൂടെ നമുക്ക് കൊടുക്കാലോ. ഇൻറ്റു, ഞാൻ s എന്ന് അവിടെ എഴുതി, അപ്പോൾ ഒരു സ്റ്റെപ്പിൽ തന്നെ അങ്ങ് തീർക്കാം. c u power 3/4 into v power 1/4, right? So g become u minus ശ്രദ്ധിച്ച്, c will cancel, u power 3/4 plus 1/4 again u into, you have a 4/3 is there, v power 1/4 will cancel, plus this c will cancel here, v power 1/4, v എന്ന് പറയുന്നത് v power 5/4, അത് ആരോട്ട് ക്യാൻസൽ ചെയ്യും? ഇതോട്ട് അങ്ങ് ക്യാൻസൽ ചെയ്യും. ബാക്കി u power 3/4 plus 1/4 is nothing but u. ഇവിടെ ഒരു by3 ഇവിടെ ഉണ്ട് അല്ലേ, by3. So u 4u/3 plus u/3 is minus 3u/3, which is minus u, that is u minus u is 0. So our final answer will be 0. Okay. Hope you get that point. അത് ജസ്റ്റ് നമ്മുടെ ഇക്വേഷനിൽ എന്താണ്, നമ്മുടെ എൻട്രോപ്പിയിൽ നിന്ന് നമുക്ക് ടെമ്പറേച്ചറും, അതായത് ഇവിടെ അൺനോൺ ക്വാണ്ടിറ്റി u minus ts plus pv
ഇവിടെ എസും യുവും വിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതൊരു ലോജിക്കാണ്. യുമാരില്ല, അവന്മാരെ എങ്ങനെ കൊണ്ടുവരാം? ഫ്രം ദ റിലേഷൻ എപ്പോഴും നമ്മുടെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ നിങ്ങൾ എഴുതി നോക്കണം, എക്സാമിന് അത് എഴുതി നോക്കണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യും. അല്ലാണ്ട് അയ്യോ ടെമ്പറേച്ചർ ഇല്ലല്ലോ പ്രഷർ ഇല്ലല്ലോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കരുത്. യു ഷുഡ് റൈറ്റ് ഡൗൺ. ഓക്കെ, എക്സാമിന് എന്തെങ്കിലുമൊക്കെ കുറിക്കുമ്പോൾ ഐഡിയ വരും. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലുമൊക്കെ എഴുതി നോക്കണം. സോ വി വിൽ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The van der Waals equation for state is given by P plus A upon B square into B minus B equal to RT. Pressure, the points are here at a crucial point, actually critical point, maybe the typing mistake. The volume is given by critical point. Critical point we have dou P by dou V equal to 0, dou square P by dou V square is equal to 0. This equation apply answer. So that we need P as a function of V. So P can be written as RT by V minus B ingotu porum. Baki A minus V square ingotu konduvara. So A V raised to minus 2. Okay. So you just differentiate it. Dou P by dou V equal to 0. That gives you RT by V minus B whole square with a negative. So 1 by V rather minus 1 by V square ana that differential. This become 2AV raised to minus 3. This is equal to 0. Then dou square P by dou V square, that implies this become 2RT by V minus B whole power 3. This is minus 6AV power minus 4. This is again equal to 0. This is solve. So this is rearrange RT by V minus B whole square equal to 2A by V cube. Next 2RT by V minus B whole cube equal to 6A divided by V power 4. ശരിയാണല്ലോ. Now നമുക്ക് വേണ്ടത് എന്താണെന്ന് ആലോചിക്കുക. നമുക്ക് വേണ്ടത് V ആണ്. ബാക്കി എല്ലാത്തിനെയും കളയണം. ജസ്റ്റ് ഡിവൈഡ് ചെയ്യണേ. എല്ലാം അങ്ങ് പോകും. RT ഇവിടെ ഒരു V cube വരും. ബാക്കി അപ്പോൾ V minus B is there. By 2 will be there. A will cancel, B cube will cancel. 1 by 3 V will be there. Right. So rearrange that means 3V minus 3B equal to 2V. So B equal to 3V. Okay, so our answer is B equal to 3V. Option 4. Okay, hope this is clear. ഈ ഡിഫറൻസിയേഷൻ സ്റ്റെപ്പുകളിലൊന്നും വലിയ ഫിസിക്സ് പറയാനില്ല. ഞാൻ അതൊക്കെ കുറച്ച് വേഗത്തിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ എന്നെക്കാളും വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഞാനത് കുറച്ച് സ്പീഡിൽ പോകുന്നതിൻ്റെ തന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇനി പോസ് ചെയ്ത് കാണണമെങ്കിൽ അത് അവൈലബിൾ ആയിട്ടുള്ള സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. നൗ ദ പ്രഷർ, ഇത്രയും സ്പീഡിൽ പോയിട്ട് പോലും നോക്കുക, വി ആർ ലാഗിങ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വി ഹാവ് pressure is given by the expression P equal to A rho plus B rho square. This is 15th question. P equal to A rho plus B rho square, where A and B are constant and rho is the number density. If initial volume is V naught, the work done to increase the number density from initial volume rho naught to 2 rho naught. Number density എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം ഇതാണ് കേട്ടോ. അപ്പൊ അത് റോ നോട്ടിൽ നിന്ന് 2 റോ നോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട വർക്ക് എന്താണ് എന്നുള്ളതാണ് ചോദ്യം.
സോ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കുക. തെർമോഡൈനാമിക് വർക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, തെർമോഡൈനാമിക് വർക്ക് ഞാൻ പി വി ഡയഗ്രത്തിൽ നിന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, തെർമോഡൈനാമിക് വർക്ക് ഡി ബാർ ഡബ്ല്യു ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി വി. ഓക്കെ, ഞാനിപ്പോ ഇങ്ങനെ ഒരു കർവ് എടുത്തു കഴിഞ്ഞാൽ ഡി ബാർ ഡബ്ല്യു ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി ബി. ഇവിടെ ബാർ ഇടാൻ കാരണം ഇതൊരു ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പി എ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇൻ ദ ഫിസിക്കൽ സെൻസ് ഇറ്റ് ഈസ് പാത്ത് ഡിപ്പെൻഡന്റ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് സിസ്റ്റം എത്തുമ്പോൾ അത് എങ്ങനെ എത്തിയെന്നും കൂടെ അത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഏരിയ അണ്ടർ ദി കർവ് ഇൻ പി വി ഡയഗ്രാം. ഇതിന്റെ അണ്ടറിലുള്ള ഏരിയ ആണ് ദിസ് വർക്ക്. ഇതാണ് തെർമോഡൈനാമിക് വർക്കിനെ പറ്റിയിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇന്റഗ്രൽ പി ഡി വി, ഇറ്റ്സ് എൻ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ, പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. പാത്ത് ഡിപ്പെൻഡന്റ് ആണ്, ഓർക്കുക. അത് പാത്ത് ഇൻഡിപെൻഡന്റ് ആവുന്ന കേസുകളെല്ലാം ഉണ്ട്. ഇപ്പോ പ്രോസസ്സിന് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അഡയാബാറ്റിക് കേസിലൊക്കെ നമുക്കത് പാത്ത് ഇൻഡിപെൻഡന്റ് ആവും. നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അന്നേരം അത് പറയാം. അപ്പൊ തൽക്കാലം ഇത്രയും ഓർത്തിരിക്കുക. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാൻ വി നീഡ് വി, ബട്ട് വി ഡോണ്ട് ഹാവ് വി. അപ്പൊ എന്ത് ചെയ്യും? സോ വി ഹാവ് ദിസ് വൺ, റോ ഈക്വൽ ടു എൻ ബൈ വി. So I take d rho that equal to minus n by v square dv. അപ്പൊ നമ്മുടെ എക്സ്പ്രഷനെ റോയിനെ എല്ലാം നമുക്കൊന്ന് ഇങ്ങനെ മാറ്റാം. സോ ഐ ഹാവ് എ റോ പ്ലസ് ബി റോ സ്ക്വയർ. ഇതാണല്ലോ നമ്മുടെ എക്സ്പ്രഷൻ. വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി വി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ, ഓക്കെ, എനിക്ക് വേണ്ടത് ഡി വി ആണല്ലേ. സോറി, ഞാൻ ഒന്നുകൂടെ എഴുതരാം. വി ഈക്വൽ ടു എൻ ബൈ റോ, ഇങ്ങനെ എഴുതാലോ എനിക്ക്. സോ ഡി വി എങ്ങനെ എഴുതാം? മൈനസ് എൻ ബൈ റോ സ്ക്വയർ ഡി റോ, ഇങ്ങനെ എഴുതാം. കാര്യം നമ്മുടെ വേരിയബിൾ എല്ലാം റോ ആണ്. അതിനെ വി ആക്കുന്നതിനേക്കാൾ ഇതിനെ തിരിച്ചു മാറ്റുന്നതാണ് എളുപ്പം. ഇനി ഞാൻ ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കാം, നമുക്ക് എന്താണ് വേണ്ടത്? റോയിൽ നിന്ന് 2 റോ നോട്ടിലേക്ക് പോകണം. പി എന്താണ്? എ റോ പ്ലസ് ബി റോ സ്ക്വയർ. ഡി വി എന്താണ്? മൈനസ് എൻ ബൈ റോ സ്ക്വയർ ഡി റോ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയി. സിസ്റ്റം ചെയ്യുന്ന വർക്ക് പോസിറ്റീവ്, ഇതൊരു കൺവെൻഷൻ മാത്രമാണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്, സോറി, ബൈ ഓൺ ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. സിസ്റ്റം ചെയ്യുന്ന വർക്ക് പോസിറ്റീവും സിസ്റ്റത്തിന്റെ മേലെ ചെയ്യുന്ന വർക്ക് നെഗറ്റീവും ആണ്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? The work done to increase the number density. അപ്പൊ നമ്മൾ നമ്പർ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ സിസ്റ്റത്തിന് മേലെ വർക്ക് ചെയ്തൊക്കെയാണ്. സോ ഐ ആം പുട്ടിങ് എ നെഗറ്റീവ് സൈൻ ഓൾസോ. ഓക്കെ, വർക്ക് ഡൺ രണ്ടെണ്ണം ഉണ്ട്. വി ക്യാൻ ഹാവ് പോസിറ്റീവ്, ദിസ് ഈസ് ബൈ ദ സിസ്റ്റം, പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ഓൺ ദി സിസ്റ്റം. കെമിസ്ട്രിക്കാരുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ല, അവർ നേരെ തിരിച്ചാ പഠിക്കുന്നത്. സോ ഇൻ എ വേ ദാറ്റ് ഇസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് കൺവെൻഷൻ. നമ്മുടെ ഇന്റർപ്രിട്ടേഷൻസ് എല്ലാം ശരിയായിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്താലും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ അവർ ഡി ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ എ റോ പ്ലസ് ബി റോ സ്ക്വയർ into minus n by rho square d rho. That minus term can be taken out, so that become plus n integral a by rho plus b d rho. So work done will be equal to rho naught to 2 rho naught. This become n a, the log rho avule ln limit കൊടുക്കുമ്പോൾ 2 rho naught by rho naught, that become 2 log 2 plus b rho. Okay, so where n is the number of particle, number density on a rho, so we could write n equal to
rho into V. For initial case, initially number of particles, we could write rho naught V naught. So W become rho naught V naught into A ln2 plus B. I'm sorry, the limit ഇവിടെ 2 rho naught കൊടുക്കണേ. Rho ആണ് ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 rho naught minus rho naught is rho naught. Okay. The integration part direct ആയിട്ട് അങ്ങോട്ട് എഴുതി. Hope this is clear. Next question.